ഇന്നത്തെ ഗ്രീൻ പീസ് കറിയാണ് റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ഫുഡാണ്, നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. ഹാപ്പി ഈസ്റ്റർ. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. ഇതൊരു ഗ്രീൻ പീസ് കറിയാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ആവശ്യമുള്ള ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ പീസ്, ക്യാരറ്റ്, പച്ചമുളക്, തക്കാളി, പിന്നെ പെരിഞ്ചീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്ര നമ്മളിട്ട് ആദ്യം ഒന്ന് വേവിക്കുക. ഉപ്പിട്ടൊന്ന് വേവിക്കുക. ഉപ്പ് എടുക്കണം, 2 സ്പൂൺ ഉപ്പ്, പിന്നെ ആവശ്യത്തിന് വെള്ളം ഇട്ട് നമ്മൾ ഒന്ന് വേവിക്കുക. നമ്മൾ തേങ്ങ ഇട്ടടിക്കുകയാണ്. ആ സമയം കൊണ്ട് പ്രഷർ കുക്കർ വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അടിക്കാം. ഞാൻ അതിൻ്റെ അകത്തോട്ട് 2 സ്പൂണ് മൈദ ചേർക്കും, അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർക്കാം. അതിന് ചേർത്ത് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വെന്ത കഷ്ണത്തിലോട്ട് ഒഴിക്കാം. ഈ സമയത്ത് അത് നമ്മൾ പ്രഷർ കുക്കറിൽ വെന്തിട്ടുണ്ട്. നമ്മളത് നേരത്തേന് തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. നമുക്ക് അത് കഴിഞ്ഞ് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടെ ഇടാം. മഞ്ഞൾപ്പൊടി വേവിക്കാനായിട്ട് ഇട്ടില്ലായിരുന്നു. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് വേവിക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുക. ഇന്ന് തിള വരുമ്പോഴത്തേന് കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കിനി തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കണം. തേങ്ങാപ്പാൽ അരിച്ചെടുത്താണ്. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് നമ്മൾ ഇളക്കാം. പിന്നെ ഇതിന് ഒരു കൂട്ടുകൂടി ചേർക്കേണ്ടത്, ഒരു 1/2 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം. അപ്പോൾ അതിന് ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ മല്ലിപ്പൊടിയും കൂടെ 1/2 ടീസ്പൂൺ മതി. നല്ല അതിനൊരു ടേസ്റ്റുകൾ. പെരിഞ്ചീരകം നമ്മൾ പൊടിയല്ല ഇടുന്നത്, പെരിഞ്ചീരകമായിട്ടാണ് ഇടുന്നത്. നല്ല കൊഴുത്തായിട്ട് കിട്ടും. കറിക്ക് നല്ല ടേസ്റ്റുമാണ്. അപ്പം നമ്മൾ കടുക് പൊട്ടിക്കാൻ പോകുന്നു. കൊഴുത്ത് കിട്ടിയിട്ടുണ്ട്. നല്ല കൊഴുത്ത്, നല്ല ഉപ്പുമുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തൊരു പൊടിക്കൈ കൂടെ ചേർക്കുവേ. ഒരു നുള്ള് പഞ്ചസാര. അപ്പോൾ ടേസ്റ്റ് കൂടുതലാണ്. ഇത് ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ ഒരു ചെറിയ മധുരം, അതാണ്. കടുക് പൊട്ടിച്ച് ചേർക്കാം. ഇതാണ് ഗ്രീൻ പീസ് കറി. 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് കടുകിടാം. ഒരു 2 കരിവേപ്പില ഇടാം. പിന്നെ വറ്റൽമുളക് ഇടാം. ചെറിയ സബോളയും കൂടെ ഇടാം. ഇതിട്ടൊന്ന് വരട്ടുക. ഇതാണ് പരുവം. നമ്മൾ ഇത്ര സബോള വാട്ടിയാൽ മതി. അത് ഇപ്പോൾ ചേർക്കുകയാണ്. ചേർക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമ്മൾ
ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ, റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ കറിയാണ്. നല്ല കൊഴുത്ത് കിട്ടുന്ന, ഇങ്ങനെ ഈ പരുവത്തിൽ വേണം എടുക്കാൻ. ഇതാണ് ഇതിൻ്റെ ഉപ്പും പാകത്തിനെല്ലാം ഉണ്ട്. ഇതാണ് കറി. പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ്. ടേസ്റ്റോട് കൂടിയുള്ള ഗ്രീൻ പീസ് കറി. ഈസ്റ്ററായിട്ട് ഇന്ന് രാവിലെ ഗ്രീൻ പീസ് കറിയാണ്. ഇന്ന് വെജിറ്റബിൾ തൊട്ട് തുടങ്ങാമെന്ന് ഓർത്താൽ. എല്ലാവർക്കും ഗ്രീൻ പീസ് കറി ഇഷ്ടമാണ്. അപ്പം എന്നാൽ ഗ്രീൻ പീസ് കറി ഇന്ന് വെച്ചേക്കാമെന്ന് ഓർത്തു.